നമസ്കാരം. ന്യൂസ് വൺ മിഡിൽ ഈസ്റ്റിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നിഥ കാത്ത് നിയമവിധേയമാക്കാത്തവരെ കാത്തിരിക്കുന്നത് കനത്ത നടപടികളെന്ന ആഭ്യന്തര തൊഴിൽ മന്ത്രാലയങ്ങളുടെ മുന്നറിയിപ്പ്. രേഖകൾ ശരിപ്പെടുത്താൻ 20% പേർ ഇനിയും ബാക്കിയെന്ന് കണക്കുകൾ. അബുദാബിയിൽ എഡ്യൂക്കേഷൻ കൗൺസിലിന്റെ നിയമം പാലിക്കാത്ത 11 സ്കൂളുകൾ അടച്ചുപൂട്ടാൻ ഉത്തരവ്. മലയാളി വിദ്യാർത്ഥികൾ പഠിക്കുന്ന 2 ഇന്ത്യൻ സ്കൂളുകളും അടച്ചുപൂട്ടുന്ന ലിസ്റ്റിൽ. ഒമാനിലെ നഴ്സിംഗ് മേഖലയിൽ പൂർണ്ണ സ്വദേശിവൽക്കരണം വരുന്നു. ആരോഗ്യ മന്ത്രാലയത്തിന്റെ തീരുമാനം മലയാളി സമൂഹത്തെ ആശങ്കയിലാക്കുന്നു. കുവൈത്തിൽ റോഡ് നിയമങ്ങൾ ലംഘിച്ചതിന് പിഴ അടയ്ക്കാത്തവരെ കോടതി കയറ്റുമെന്ന് ഗതാഗത വകുപ്പ്. പിഴ അടയ്ക്കാതെ രാജ്യത്തിന് പുറത്തേക്ക് പോകാൻ അനുവദിക്കില്ലെന്നും ഗതാഗത വകുപ്പ് മേധാവിയുടെ മുന്നറിയിപ്പ്. സിറിയൻ വിഷയം ചർച്ച ചെയ്യാൻ ഖത്തർ ആഭ്യന്തരമന്ത്രി ഡോക്ടർ ഖാലിദ് അൽ അത്തുയ്യ ഫ്രഞ്ച് പ്രസിഡന്റ് ഫ്രാങ്കോയിസ് ഹൊളാൻഡയുമായി കൂടിക്കാഴ്ച നടത്തി. സിറിയൻ വിഷയത്തിൽ കർശനവും ദൃഢവുമായ നയം സ്വീകരിക്കാൻ കൂടിക്കാഴ്ചയിൽ ധാരണ. ഒമാനിലെ നഴ്സിംഗ് മേഖലയിൽ 100% സ്വദേശിവൽക്കരണം നടപ്പാക്കുമെന്ന ആരോഗ്യ മന്ത്രാലയത്തിന്റെ തീരുമാനം മലയാളി സമൂഹത്തെ ആശങ്കയിലാക്കുന്നു. ഒട്ടുമിക്ക വിദേശ രാജ്യങ്ങളിലും നഴ്സിംഗ് രംഗത്ത് മികച്ച സേവനം കാഴ്ചവെക്കുന്നവർ മലയാളി വനിതകളാണ്. സാധ്യത മങ്ങുന്ന ഒമാനിലേക്ക് പോലും അവസരം വാഗ്ദാനം ചെയ്ത് നാട്ടിൽ നഴ്സുമാരെ കബളിപ്പിക്കുന്ന സംഭവങ്ങൾ തുടരുകയാണ്. മസ്കത്ത് ബ്യൂറോയുടെ പ്രത്യേക റിപ്പോർട്ട്. ഗൾഫിലായാലും അമേരിക്കയിലായാലും മലയാളി നഴ്സില്ലാത്ത ആശുപത്രികൾ വിരളം. ഈ രംഗത്തെ മലയാളിയുടെ പ്രവർത്തന മികവും സമർപ്പണവും തന്നെയാണ് വിദേശ രാജ്യങ്ങളിൽ അവർക്ക് അവസരങ്ങൾ തുറന്നിട്ടത്. മെഡിക്കൽ നഴ്സിംഗ് പരിശീലന രംഗത്ത് ഇനിയും ബാലാരിഷ്ടതകൾ നിലനിൽക്കുന്ന ഗൾഫിൽ എത്രമാത്രം സ്വദേശി നഴ്സുമാർ പുറത്തുവരും എന്നത് സംബന്ധിച്ച് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർ പോലും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിദേശ നഴ്സുമാരെ പൂർണ്ണമായി ഒഴിവാക്കിയുള്ള സ്വദേശിവൽക്കരണം ലക്ഷ്യം കാണാൻ ഇനിയും സമയമെടുക്കുമെന്നാണ് പലരുടെയും വിലയിരുത്തൽ. ഇവിടെ നിലവിലുള്ള നഴ്സിംഗ് കോളേജുകളിൽ നിന്നും പഠിച്ച് പുറത്തു വരുന്ന കുട്ടികൾക്ക് ഈ ജോലി കൈകാര്യം ചെയ്യാൻ അത്രമാത്രം കോമ്പിറ്റൻസ് ഉണ്ടോ എന്നുള്ളത് പോലും ആ പഠനം ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 100% സ്വദേശിവൽക്കരണം എന്ന് പറയുന്നത് 2015 നടപ്പിലാകില്ല. അത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നത് ഈ വ്യാജ പരസ്യങ്ങൾ, ഗൾഫിലൊരു ജോലി എന്നുള്ളൊരു മോഹത്തിനെയാണ്, ഉദ്യോഗാർത്ഥികളുടെ മോഹത്തിനാണ് ഈ വ്യാജ റിക്രൂട്ടിംഗ് ഏജൻസികൾ ചൂഷണം ചെയ്യുന്നത്. കേരളത്തിൽ കുറഞ്ഞ ശമ്പളത്തിൽ മോശം തൊഴിൽ സാഹചര്യങ്ങളിൽ കഴിയേണ്ടി വരുന്ന പല നഴ്സുമാരുടെയും സ്വപ്നം കൂടിയാണ് വിദേശത്തെ ജോലി. ഒമാനിലെ ആരോഗ്യ മന്ത്രാലയത്തിലേക്ക് അവസരം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് കേരളത്തിലെ റിക്രൂട്ടിംഗ് കമ്പനികൾ ലക്ഷങ്ങളാണ് നഴ്സുമാരിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. ഒമാൻ ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ പേരിൽ അടുത്തിടെ വ്യാജ പരസ്യം പോലും കേരളത്തിലെ ദിനപത്രങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഒമാൻ ആരോഗ്യ മന്ത്രാലയത്തിന് വേണ്ടി കൊച്ചിയിൽ അടുത്ത മാസം അഭിമുഖം നടക്കുമെന്ന് അറിയിക്കുന്ന പരസ്യം വ്യാജമാണെന്ന് അറിയിച്ച് മന്ത്രാലയം തന്നെ രംഗത്ത് വന്നു. ഇന്ത്യയിൽ റിക്രൂട്ട്മെൻറ്റിന് ഇപ്പോൾ ഒരു ഏജൻസിയെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നായിരുന്നു അറിയിപ്പ്. നേരത്തെ ചുമതല ഏൽപ്പിച്ച ഏജൻസികൾ പണം കൈപ്പറ്റി മന്ത്രാലയത്തിൻ്റെ പ്രതിച്ഛായ തകർത്തുവെന്നും ഉദ്യോഗസ്ഥർ പ്രതികരിച്ചു. സാധ്യതകൾക്ക് തിരിച്ചടി നേരിടുമ്പോഴും ചൂഷണത്തെ കരുതിയിരിക്കേണ്ട ഗതികേടിലാണ് മലയാളി നഴ്സുമാർ. ഷിനോജ് ഷംസുദ്ദീൻ, മീഡിയ വൺ, മസ്കത്ത്. മലയാളിയുടെ പ്രവാസത്തിന്റെ, പ്രത്യേകിച്ച് മലയാളി സ്ത്രീയുടെ പ്രവാസത്തിന്റെ മറ്റൊരു മേഖലയിൽ കൂടി അനിശ്ചിതത്വത്തിന്റെ കരിനിഴൽ വീഴുകയാണ്. ഒമാനിലെ നഴ്സിംഗ് മേഖലയിലെ സ്വദേശിവൽക്കരണം മറ്റ് GCC രാജ്യങ്ങളിലും തുടരുമോ? മലയാളിയുടെ മറ്റൊരു തൊഴിൽ മേഖലയുടെ സാധ്യതകൾ കൂടി അടയുകയാണോ? ന്യൂസ് വൺ മിഡിൽ ഈസ്റ്റ് പരിശോധിക്കുന്നു. നമ്മോടൊപ്പം ഇന്ന് ചേരുന്നു ജിദ്ദ കിങ് അബ്ദുൽ അസീസ് ഹോസ്പിറ്റലിലെ സീനിയർ നഴ്സ് സലീഖത്ത് ഹബീബ്, ജിദ്ദയിൽ നിന്ന് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം ഹാരിസ് മണലുംപാറ, കൊച്ചിയിൽ നിന്ന് ടൈംസ് ഓഫ് ഒമാനിലെ സീനിയർ റിപ്പോർട്ടർ റെജിമോൻ കെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. ആദ്യം റെജിമോനിലേക്ക്. റെജിമോൻ, ഒമാനിലെ നഴ്സുമാരുടെ സാധ്യത അടയുകയാണോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അവിടെ ഇനി സാധ്യതയില്ല എന്ന തരത്തിൽ സ്വദേശിവൽക്കരണം മുന്നോട്ട് പോവുകയാണോ? സാധ്യതകൾ അടയുകയെന്ന് പറയാൻ സാധിക്കുകയില്ല. 2015 കൂടി ഒമാനിലെ നഴ്സിംഗ് മേഖലയിൽ 100% സ്വദേശിവൽക്കരണം നടത്താൻ സാധിക്കും എന്നതൊരു പഠന റിപ്പോർട്ട് മാത്രമാണ്. ആ പഠന റിപ്പോർട്ടാണെങ്കിൽ പോലും 92-ൽ 12%, 2005-ൽ 59%, 2010-ൽ 67% സ്വദേശിവൽക്കരണം സാധിച്ചു. അതുകൊണ്ട് 2015 ആകുമ്പോൾ 100% വരെ എത്തിക്കാൻ സാധിക്കുമെന്നാണ് പഠനം പറയുന്നത്. അതേ പഠനത്തിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഇതിനൊട്ടേറെ കടമ്പകൾ ഒമാനിൽ തന്നെ നിലനിൽപ്പുണ്ടെന്നാണ്. പ്രധാനമായിട്ടും പറയാനുള്ളത് ശമ്പള വ്യത്യാസമാണ്. ഒരു സ്വദേശിയെ നഴ്സായിട്ട് എടുക്കുന്നതും ഒരു വിദേശിയെ നഴ്സായിട്ട് എടുക്കുന്നതിലും ശമ്പളത്തിൽ വളരെ വലിയ ഒരു അന്തരം തന്നെയുണ്ട്.
വിദേശിയായ, അതായത് ഇന്ത്യയിൽ നിന്ന് റിക്രൂട്ട് ചെയ്യപ്പെടുന്ന നഴ്സിന് കൊടുക്കുന്നതിനേക്കാളും 50 അല്ലെങ്കിൽ അതിന് മുകളിലോ ഉള്ള ശതമാനത്തിൽ വ്യത്യാസം വരും ഒരു സ്വദേശീയ നഴ്സായിട്ട് എടുക്കുകയാണെങ്കിൽ. ഇത് ഒമാനിലെ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് അധിക ബാധ്യത ഉണ്ടാക്കും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല 2015 കൂടി 100% സ്വദേശിവൽക്കരണ നഴ്സിംഗ് രംഗത്ത് ഉണ്ടാകുമെന്നും നമ്മുടെ വിദേശികൾക്ക്, അതായത് ഇന്ത്യയിൽ നിന്നുള്ള, കേരളത്തിൽ നിന്നുള്ള നഴ്സുമാർക്ക് അവസരം നഷ്ടപ്പെടുമെന്നും. ഒരു കാര്യം കൂട്ടിച്ചേർക്കാനുള്ളത്, ഒമാന് 2 വലിയ മെഡിക്കൽ സിറ്റികൾ തന്നെ പണിയാൻ തീരുമാനിക്കുകയും പണി തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ തൊഴിൽ സാധ്യതകൾ ഉണ്ടാകുമെന്നാണ് ഇവിടുത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. റജിമോൻ, ഒരു കാര്യം കൂടി, യഥാർത്ഥത്തിൽ GCC രാജ്യങ്ങളിലെ സ്വദേശിവൽക്കരണത്തിന് പിന്നിൽ മറ്റൊരു സാഹചര്യം കൂടിയുണ്ട്. പ്രത്യേകിച്ചും അറബ് വസന്തം എന്ന പേരിൽ ഉണ്ടായിട്ടുള്ള ചില ജനകീയ പ്രക്ഷോഭങ്ങളെ തുടർന്ന് സ്വദേശികളായ പൗരന്മാരെ അവരുടെ തൊഴിൽ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് GCC രാജ്യങ്ങളുടെ ഭരണകൂടത്തിൻ്റെ ബാധ്യതയായി മാറിയിരിക്കുകയാണ്. അത്തരം സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള പഠനങ്ങൾ പുറത്തു വരുന്നതും അതനുസരിച്ച് GCC രാജ്യങ്ങളിലെ ഭരണകൂടങ്ങൾ ഇത്തരം നടപടികളുമായി മുന്നോട്ട് പോകുന്നതും. ആ അർത്ഥത്തിൽ 2015 കൂടി കുറേ അധികം തൊഴിലവസരങ്ങളെങ്കിലും നഷ്ടപ്പെടാനുള്ള സാധ്യത നിലനിൽക്കുന്നില്ലേ? ഈ അറബ് വസന്തത്തിനുമായിട്ട് ബന്ധപ്പെട്ട് സ്വദേശിവൽക്കരണം അല്ലെങ്കിൽ സ്വദേശികൾക്ക് കൂടുതൽ തൊഴിലെന്നുള്ള ആവശ്യം കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഉയർന്നു കേൾക്കുന്നതാണ്. അത് വാസ്തവം തന്നെയാണ്, അതിനകത്ത് തെറ്റൊന്നുമില്ല. പക്ഷെ സ്വദേശിവൽക്കരണം എന്ന് പറയുന്നത് അതാത് രാജ്യങ്ങളുടെ നയമാണ്. ആ നയത്തിനെ മറ്റൊരു വിദേശ രാജ്യത്തിന് ചോദ്യം ചെയ്യാൻ സാധിക്കില്ല. എങ്കിലും ഇത് ഇന്നോ നാളെയോ സംഭവിക്കാൻ പോകുന്ന കാര്യമല്ല. കാരണം വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഖത്തറിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവിടുത്തെ സ്വദേശികളുടെ എണ്ണം വിദേശികളുടെ എണ്ണവും നിങ്ങൾ താരതമ്യം ചെയ്യുകയാണെങ്കിൽ 95 മേളിൽ വിദേശികളാണ് ജോലി ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഒമാനിലും. ഒട്ടുമിക്ക സർക്കാർ സ്ഥാപനങ്ങളും സ്വകാര്യ സ്ഥാപനങ്ങളും ഇവരിപ്പോഴും സ്വദേശിവൽക്കരണത്തിന്റെയും വിദേശികളുടെയും ഈ ശതമാന കണക്കുകൾ ഉണ്ടെങ്കിൽ പോലും വിദേശികളെ ഒഴിവാക്കി മാറ്റി നിർത്തിക്കൊണ്ട് ഇവിടുത്തെ എക്കോണമി മുമ്പോട്ട് പോകാൻ സാധിക്കുകയില്ല. ഇൻവെസ്റ്റർ തലത്തിൽ തൊട്ട് ചെറിയ ജോലികൾ ചെയ്യുന്നത് വരെ വിദേശികൾക്ക് കാര്യമായ പങ്കുണ്ട്. ഒരു ദീർഘകാലത്തിൽ ചിലപ്പോൾ ഇത് സാധിക്കാം, പക്ഷെ എല്ലാ മേഖലകളിലെയും അത് സാധിക്കില്ല. ഈ പഠനത്തിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്, ഇത്തരം നഴ്സിംഗ് അല്ലെങ്കിൽ മെഡിക്കൽ രംഗത്ത് വിദേശികളെ ഒഴിവാക്കി നിർത്തി സ്വയം സ്വദേശികളെ കൊണ്ട് ഇത്തരം സ്ഥാപനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. കാരണം സ്കിൽ എന്ന് പറയുന്നത് അത് സ്വദേശികളെക്കാളും കൂടുതലും വിദേശികൾക്കാണ് ഉള്ളതായി കാണപ്പെടുന്നതും ഉള്ളതും. അതൊരു വാസ്തവമാണ്. അതുകൊണ്ട് ഒരു ദിവസം കൊണ്ട് ഇത് തുടച്ചു നീക്കി വിദേശികളെ മാറ്റി നിർത്തി സ്വദേശികളെ കൊണ്ട് ഓടിക്കാം, ഈ സ്ഥാപനങ്ങൾ റൺ ചെയ്യാം എന്ന് പറയുന്ന ഒരു വ്യാമോഹം അവർക്കുമില്ല. റൈറ്റ് റജിമോൻ, തിരികെ എത്താം. ഇപ്പോൾ ഹാരിസ് മണലുംപാറ, യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം, കൊച്ചിയിൽ നിന്ന് നമ്മോടൊപ്പം ചേരുന്നു. ഹാരിസ്, ഇപ്പോൾ മുൻപ് നമ്മുടെ വാർത്തയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒമാനിൽ അനധികൃതമായി ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ അനുമതിയുണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള പരസ്യങ്ങൾ കേരളത്തിലെ ദിനപത്രങ്ങളിൽ വരുന്നു എന്ന വാർത്തയിൽ സൂചിപ്പിക്കുന്നു. അതിനെതിരെ ഒമാനിലെ ആരോഗ്യ മന്ത്രാലയം വിശദീകരണം നൽകുകയുണ്ടായി. ഇത്തരത്തിലുള്ള വ്യാജ റിക്രൂട്ട്മെൻറ്റുകൾ ഇപ്പോഴും തുടരുന്നുണ്ടോ? എന്തൊക്കെയാണ് അതിൻ്റെ വിശദാംശങ്ങൾ? യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ കഴിഞ്ഞ സംസ്ഥാന കമ്മിറ്റിയിൽ എടുത്തൊരു തീരുമാനമാണ് വ്യാജ റിക്രൂട്ടിംഗ് ഏജൻസികൾക്കെതിരെ ശക്തമായ പ്രക്ഷോഭമായി മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ മാസം തന്നെ ഞങ്ങൾ എറണാകുളം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഏജൻസികളുള്ളത്. ലക്ഷക്കണക്കിന് രൂപയാണ് അവർ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് വാങ്ങുന്നത്. ഈ തവണ തന്നെ കുവൈറ്റ് ഒരു MOH വന്നിരുന്നു. അവർ 15 ലക്ഷത്തോളം രൂപയാണ് അനധികൃതമായിട്ട് പിരിച്ചുകൊണ്ട് പോകുന്നത്. അവർ 10-50 വേക്കൻസികൾക്ക് 100-200 പേരെടുത്തുനിന്ന് 15-20 ലക്ഷങ്ങൾ രൂപ വെച്ച് വാങ്ങിക്കൊണ്ട് മറ്റുള്ളവരുടെ കാശിന് പിന്നീട് നമുക്ക് പ്രതിഷേധിക്കേണ്ട ഒരു ആവശ്യത്തിലേക്ക് വരികയാണ്. കഴിഞ്ഞ തവണ തന്നെയാണ് ഒരു അൽറാസി എന്ന് പറയുന്ന എറണാകുളത്തെ ഒരു ഏജൻസി ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയിട്ട് 50ഓളം ഉദ്യോഗാർത്ഥികളാണ് ഞങ്ങൾക്ക് മുന്നിൽ പരാതിയായിട്ട് വന്നത്. ശക്തമായ സമരമായിട്ട് അന്ന് UN വന്നതുകൊണ്ട് മാത്രം അവർക്ക് ആ പൈസ തിരിച്ചു കിട്ടുകയും 30ഓളം പേര് ഖത്തറിൽ കുടുങ്ങിയ 30ഓളം പേർക്ക് അവർക്ക് തിരിച്ചു വരാൻ കഴിയുകയും ചെയ്തു. ഇത്തരത്തിൽ അറിയപ്പെടാതെ പോകുന്ന ഒത്തിരി സംഭവങ്ങൾ എറണാകുളത്ത് വേറെയുമുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുമുണ്ട്. ഇത്തരത്തിലുള്ള ഒരു നീക്കങ്ങളും യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ അംഗീകരിച്ചു കൊടുക്കുകയില്ല. തെരഞ്ഞുപിടിച്ച് ഇത്തരത്തിൽ വ്യാജ റിക്രൂട്ടിംഗ് ഏജൻസികൾക്കെതിരെ ശക്തമായ പ്രക്ഷോഭവുമായി ഞങ്ങൾ മുന്നിട്ടിറങ്ങുമെന്ന് തന്നെയാണ് നമുക്ക് ഈ കാര്യത്തിൽ പറയുവാനുള്ളത്. ഹാരിസ്, ഇവിടെ പരസ്യം ചെയ്യുന്ന പല ഏജൻസികളും അനധികൃതമല്ല, അധികൃത ഏജൻസികൾ തന്നെയാണ്. ധാരാളം പേരെ റിക്രൂട്ട് ചെയ്യുന്ന ഏജൻസികൾ തന്നെയാണ് ഇത്തരത്തിൽ ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ അനുമതിയുണ്ട്, അവരുടെ അംഗീകാരമുണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പരസ്യങ്ങൾ നൽകുകയും
റിക്രൂട്ട്മെന്റ് നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ലക്ഷങ്ങൾ ഇത്തരം ഉദ്യോഗാർത്ഥികളിൽ നിന്ന് കൈക്കലാക്കുകയും ചെയ്യുന്നത്? അത് വാസ്തവമാണ്. കാരണം കൂൺ മുളയ്ക്കുന്ന പോലെയാണ് ഈ എറണാകുളത്തും കേരളത്തെ ഏജൻസികൾ പൊങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ അംഗീകൃതമുള്ളത് ഏതാണെന്നോ അംഗീകൃതമില്ലാത്ത ഏതാണെന്നോ ഉദ്യോഗാർത്ഥികൾക്ക് നിശ്ചയമില്ല. ഒരു ജോലി എന്ന മോഹവുമായി ലക്ഷക്കണക്കിന് നഴ്സുമാരാണ് കേരളത്തിൽ നിന്ന് വിദേശങ്ങളിലേക്ക് പോകുവാൻ വെയിറ്റ് ചെയ്യുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ജോലിയാണ് വലുത്. സ്വാഭാവികമായിട്ടും അവർ തട്ടിപ്പിന് ഇരയാവുകയാണ് ചെയ്യുന്നത്. തട്ടിപ്പിൽ പെട്ടതിന് ശേഷം മാത്രമേ അവർക്ക് അവരുടെ കാശ് നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ തൊഴിൽ കിട്ടില്ല എന്ന തിരിച്ചറിവ് വരുമ്പോൾ മാത്രമാണ് അവർ ബന്ധപ്പെട്ടവരായിട്ട് സ്വീകരിക്കുന്നത്. കഴിഞ്ഞ തവണയാണെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ അവർക്കെതിരെ ശക്തമായ നടപടികളായി മുന്നോട്ട് വന്നപ്പോഴും നമ്മൾ കംപ്ലൈൻറ്റ് കൊടുത്തു, സർക്കാരിന് കംപ്ലൈൻറ്റ് കൊടുത്തു. എന്നിട്ടും സർക്കാർ ഭാഗത്ത് നിന്ന് തികച്ച അനാസ്ഥയാണ്. അവരെ അതുപോലെയുള്ള ഏജൻസികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാർ ആ സമയത്ത് നിലകൊണ്ടത്. ഇത്തരത്തിൽ കേരളത്തിലെ നഴ്സുമാർ വളരെയധികം ഈ പ്രശ്നമായി അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. റൈറ്റ്. റെജിമോൻ ഇപ്പോൾ മുമ്പ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ സ്വദേശിവൽക്കരണവുമായി GCC ഭരണകൂടങ്ങൾ മുന്നോട്ട് പോകുന്നു. ഇത് മുഴുവൻ GCC രാജ്യങ്ങളിലും വരുന്ന കാലഘട്ടത്തിൽ ഉണ്ടാവാൻ പോകുന്നതല്ലേ? നഴ്സിംഗ് മേഖല മാത്രമായി ഇതിൽ നിന്ന് മാറ്റി നിർത്താനുള്ള വല്ല സാധ്യതയുമുണ്ടോ? നഴ്സിംഗ് മേഖല മാത്രമായിട്ട് മാറ്റി നിർത്തുന്ന പ്രതീക്ഷ എനിക്കില്ല. എല്ലാ രംഗത്തും വരുമ്പോൾ നഴ്സിംഗ് മേഖലയും ബാധിക്കപ്പെടും. പക്ഷേ ഒരു പരിധി വരെ ഇതിന് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കാരണം GCC രാജ്യങ്ങളിൽ സ്കിൽഡ് വർക്കേഴ്സിനെ ട്രെയിൻ ചെയ്തെടുക്കാനുള്ള ഒരു കാലതാമസമുണ്ട്. സ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സിനെ നാഷണൽസിന്റെ ഇടയിൽ നിന്നും സ്വദേശികളുടെ ഇടയിൽ നിന്നും കിട്ടാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. സോ അവര് വിദേശ സ്കിൽഡ് വർക്കേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തേ വെക്കൂ. മറ്റു ചില മേഖലകളിൽ ഇപ്പൊ എഞ്ചിനീയറിംഗോ അല്ലെങ്കിൽ ചെറിയ ചെറിയ സേഫ്റ്റി രംഗങ്ങളിലോ ഒക്കെ സ്കിൽഡ് വർക്കേഴ്സിനെ അവർക്ക് കിട്ടുമെങ്കിലും മെഡിക്കൽ പോലെ കൂടുതൽ സാങ്കേതികവും കൂടുതൽ സൂക്ഷ്മതയും ഉത്തരവാദിത്വം കൂടുതലുമുള്ള ഒരു മേഖലയിൽ ഒരു സുപ്രഭാതത്തിൽ അവർക്ക് വിദേശികളെ മാറ്റി നിർത്തി സ്വയം റൺ ചെയ്യാൻ പറ്റുകയില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ ഈ റിക്രൂട്ടിംഗ് ഏജൻസികളുമായിട്ടുള്ള ചെറിയൊരു പാകപ്പിഴകളിൽ അവർ ഇപ്രാവശ്യം ഇന്ത്യയിൽ നിന്നും നഴ്സുമാരെ എടുക്കുന്നില്ലാന്ന് തീരുമാനിച്ചു. പക്ഷേ അതുപോലെ ഇന്ത്യയിൽ നിന്നും വരുന്ന നഴ്സുമാരെയും മെഡിക്കൽ പ്രൊഫഷണൽസിനോടും കോമ്പീറ്റ് ചെയ്യുന്ന ഫിലിപ്പീൻസിൽ നിന്നുമാണ് അവരെടുക്കുന്നത്. പകരം അവർ ഒമാനിൽ നിന്ന് മാത്രം റിക്രൂട്ട് ചെയ്ത് അത് ഫില്ല് ചെയ്യാൻ അവരെ കൊണ്ട് സാധിക്കില്ല എന്നറിയാവുന്നതുകൊണ്ട് അവർ ഫിലിപ്പീൻസിൽ നിന്നുള്ള കോമ്പീറ്റന്റ് ആയിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള നഴ്സുമാരെ റിക്രൂട്ട് ചെയ്യാൻ പോകുന്നു. സോ ഇവിടെ ആ നാഷണൽസിന്റെ ഇടയിൽ കോമ്പീറ്റൻസിയും സ്കില്ലും വരുന്നിടത്തോളം കാലം വിദേശികൾക്ക് ഒരു ഭീഷണി ഉണ്ടാവില്ല.